മലബാറിന്റെ വാണിജ്യരംഗത്ത് നിർണായക സ്ഥാനമുള്ള ഇടമായിരുന്നു ബേപ്പൂർ തുറമുഖം. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന മൂലം തുറമുഖം നാശോന്മുഖമായിരിക്കുന്നു. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസന പ്രശ്നങ്ങളാണ് ഞാനിന്നിവിടെ ചോദിക്കാനിൽ ചർച്ച ചെയ്യുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ കപ്പലുകൾ, ദിനംപ്രതി പുറപ്പെടുന്ന ചരക്ക് കപ്പലുകൾ, സജീവമായൊരു ഭൂതകാലമുണ്ടായിരുന്നു ബേപ്പൂർ പോർട്ടിന്. എന്നാൽ ഈ കാലം ഗതകാല സ്മരണകൾ എന്ന പോലെ അയവിറക്കാൻ മാത്രമാണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് കഴിയുന്നത്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ജോലി ലഭിച്ചാൽ ആയി എന്ന അവസ്ഥ. നിർത്തിയ കപ്പൽ സർവീസുകൾ ഇനിയും പുനരാരംഭിച്ചിട്ടുമില്ല. നമുക്കെന്തായാലും തൊഴിലാളികളോട് തന്നെ ചോദിക്കാം, ഈ ബേപ്പൂർ തുറമുഖത്തിന്റെ നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ വളരെ സജീവമായി യാത്രാ കപ്പലുകൾ ലക്ഷദ്വീപിന് പോയിരുന്നു, എല്ലാ ദിവസവും ചരക്ക് കപ്പലുകൾ പോയിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി ഇപ്പോൾ എങ്ങനെയായി മാറി? വളരെ ദയനീയ അവസ്ഥയാണ് ബേപ്പൂർ പോർട്ടിൽ. ഏകദേശം ഒരു 7 വർഷത്തോളമായി ഇപ്പോൾ ഈ സ്ഥിതി തുടർന്നിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊഴിലുണ്ടായാലേ നമുക്ക് കൂലി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം തൊഴിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാ പരിശ്രമം ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടൊന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 3.5 മീറ്റർ വെള്ളമുള്ളൂ. ആ 3.5 മീറ്റർ വെള്ളത്തിനൊന്നും ഒരു കപ്പലും ബേപ്പൂർ പോർട്ടിലേക്ക് വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാൻ വെച്ചാൽ നമുക്ക് ഒരു ക്യാപിറ്റൽ ട്രഡ്ജിങ് നടത്തണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സാഗർമാല പദ്ധതിയിൽ ഈ പോർട്ടിന് ഉൾപ്പെടുത്തിയിട്ട് ട്രഡ്ജിങ്ങും മറ്റുള്ള സംഗതികളൊക്കെ നടത്തിയിട്ട് നമുക്ക് പോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ പണി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ കേരളത്തിൽ പല മേഖലകളിലും വികസനം വന്നു. പക്ഷേ ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്താണോ ഉള്ളത് അതിൽ തന്നെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പോണത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാവും ക്രെയിനുകളുടെ 40 വർഷമായി ഈ ക്രെയിനിന്റെ കമ്പനികളൊക്കെ പൂട്ടിയിട്ട് ആ ക്രെയിനുകളും വെച്ചിട്ടാണ് ഇപ്പോഴും ഇവിടെ വർക്ക് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാൻ ചിലപ്പോൾ നമുക്ക് മണിക്കൂറിനാണ് ക്രെയിനിന് വാടക. ഇത് സ്പീഡ് കുറഞ്ഞ ക്രെയിനുകളും മറ്റും ആകുമ്പോൾ കോൺട്രാക്ടേഴ്സിന് അതും ഒരു അധികഭാരം കുടുങ്ങും. അപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളെ ലക്ഷദ്വീപിന്റെ യാത്രാ കപ്പൽ ഏകദേശം 5 വർഷത്തോളമായി അത് നിന്നിട്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ട്രഡ്ജിങ് ആണ്. ആ ട്രഡ്ജിങ് നടത്തിയിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ഏറെക്കുറെ നമുക്ക് വർക്കുകൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ നമുക്ക് മുൻകാലങ്ങളിൽ ഒരു 7-8 വർഷം മുമ്പ് നമുക്ക് ഇവിടെ സിമെന്റ് കപ്പൽ, ഗോതമ്പം, സോഡായാഷ് ഇതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം വരുന്നില്ല. വിദേശ യാത്രാ കപ്പൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. അതിന്റെ അവസ്ഥ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥ. ഒരു 5-8 ലക്ഷം റുപ്യ ആ ഉദ്ഘാടനത്തിന് പൊട്ടിച്ചെന്നല്ലാണ്ട് ഒരു വികസനം അതിന്റെ പേരിൽ ഒരു 10 റുപ്യന്റെ വികസനം ബേപ്പൂർ പോർട്ടിൽ വന്നിട്ടില്ല. നേരത്തെ നിങ്ങൾ എല്ലാ ദിവസവും ഓരോ കപ്പൽ വെച്ച് ഉരുൾ അയച്ചിരുന്നല്ലേ? ഇപ്പൊ അത് ഒരാഴ്ചയിൽ തീരെ പണിയില്ല തന്നെ പറയാം. വളരെ മോശമാണ്. ഒന്നാമത് അവിടെ അഡ്മിനിസ്ട്രേറ്റർ കുഴപ്പം കൊണ്ടാണ്, വർക്കും കാര്യമൊന്നുമില്ല. ഇപ്പൊ തൊഴിൽ വെച്ചാൽ എങ്ങോട്ടാ പോകുക? ഇപ്പൊ ഒരാഴ്ചയിൽ ഒരു 3 വഞ്ചി ലോഡായി തീരെ ഇല്ല, ഒന്നുമില്ല. വളരെ മോശത്തിലാണ് പോകുന്നത്. ഇവിടെ ഒരു വർക്കും നടന്നിട്ടില്ല. ഒരു വികസനത്തിന്റെ ഒരു വർക്കും ഇവിടെ നടന്നിട്ടില്ല. കോടിക്കണക്കിന് റുപ്യ പാസ്സാക്കുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നെന്നുള്ള ആരും അറിയില്ല. വർഷം ഇവിടെ ടൂറിസ്റ്റ് മേഖലയാക്കിയിട്ട് പോലെ അതിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നത്. ഒരു പേര് ഇവിടേക്ക് പറയുന്നത് എന്താ? ഇത് പോർട്ട് വികസനത്തിലാണ്. പോർട്ട് വികസനത്തിൽ ഒന്നുമില്ല. തൊഴിലില്ലായ്മ വളരെ നശിച്ചു പോവാ. നിങ്ങളുടെ വരുമാനം എങ്ങനെയാണ്? ഇപ്പൊ എത്ര വെച്ച് കിട്ടും? ഇവിടെ കിട്ടുന്ന 1000 കിട്ടുന്നിടത്ത് 500 കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത്രയും കുറഞ്ഞു പോവാണ് എല്ലാ മേഖലയും മൊത്തത്തിൽ. ഇപ്പം നമ്മൾ ഈ മേഖല ഇതിനെ സംബന്ധിച്ചൊക്കെ കോഴിക്കോടിന്റെ എല്ലാ പാളയം, വലിയങ്ങാടി ഇതൊക്കെ ഇത് പോർട്ടുമായി സംബന്ധിച്ചുള്ള ഏരിയകളാണ്. ഇതിനെപ്പറ്റി എല്ലാവർക്കും മതിയും. ലക്ഷദ്വീപിലെ ആളുകൾക്കും അതും ബാധകമാണ്. അവർക്ക് ആർക്കും അങ്ങോട്ട് ചരക്ക് പോകാൻ അവരിലും പൈസ ഇല്ല, അങ്ങോട്ടേക്കും വരല്ല. ഒരു തൊഴിലും നടക്കുന്നില്ല. തൊഴിൽ ഓരോ വർഷം ഓരോ ദിവസം തോറും നശിച്ച് പോവുക. ഒരു വന്ന് കഴിഞ്ഞാൽ തന്നെ 2 ദിവസം കൊണ്ട് ലോഡായി പോകണ ഇപ്പം വന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലും ചരക്കില്ല, ചരക്ക് കയറ്റാനില്ല. ഇത് വികസനം നശിപ്പിച്ച് കൊണ്ടുപോവാണ്. ഇത് ടൂറിസ്റ്റ് മേഖലക്കുള്ള പദ്ധതിയായിട്ടാണ് പോലും പോകുന്നത്. നിങ്ങൾ രാവിലെ മുതൽ വന്ന് ഇവിടെ ഇരിക്കും? രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നു, വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പോകുന്നു. എന്താണുള്ളത്? യാത്രാ കപ്പലുകൾ പൂർണ്ണമായിട്ട് നിന്നു ആദ്യം അല്ലേ? അത് കഴിഞ്ഞ് ചരക്കപ്പലുകൾ ഭാഗികമായി ഇല്ലാണ്ടായി. ഇപ്പൊ ഈ വെസലുകൾ തന്നെ ഒരു 5-6 എണ്ണം ഉള്ളൂ. അതും വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ നിൽക്കണം. ഇന്നലെ ഒരു 200 രൂപ പണിയാകാൻ നടന്നത്. ഇന്നിപ്പോൾ 200 രൂപ പണി. നമ്മൾ സീറ്റ് നോക്കിയാലേ അറിയാം. ഒരു 200 രൂപ പണിയായിട്ടുള്ളൂ ഇതുവരെയായിട്ട്.
ഇത് പക്ഷേ എല്ലാ കാലവും ലക്ഷദ്വീപിനെ മാത്രം ആശ്രയിച്ചിനെയും ഈ പോർട്ട് മുന്നോട്ട് പോവില്ല. ഈ ദ്വീപിൽ നിന്ന് ഒരു തിരിച്ചടി കിട്ടിയാൽ തീർന്നു. ദ്വീപ് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഞങ്ങൾക്ക് ആദ്യം ഗുജറാത്തിൽ നിന്ന് ചരക്കൊക്കെ വരലുണ്ടായിരുന്നു, ഗോതമ്പ്, കാരം, വേണൊക്കെ വരലുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, വേറൊരു സാധനം വരുന്നില്ല ഇപ്പം. വേറെ ഒന്നും വരില്ല. ജീവിതം എങ്ങനെ പോകുന്നു? ഈ ജീവിതം ഇവിടുത്തെ പണി കൊണ്ട് ഒന്നും നടക്കൂല. പിന്നെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ പുറത്ത് പണിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് പോകും. ഇവിടെ 100 റുപ്യ 200 റുപ്യൊക്കെയാണ് ഒരു ദിവസത്തെ കൂലി കിട്ടുന്നത്. ഇവിടെ ഓരോ ഗവൺമെന്റും മാറി മാറി വരുമ്പോഴും ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയല്ലാതെ കേന്ദ്രത്തിൽ പോയിട്ട് ഒന്നും ഇവർ ചെയ്യുന്നില്ല, പറയുന്നില്ല. പറയുമ്പോൾ പറയും ഞങ്ങൾ അത് പറയേണ്ടത് ഇത് വരേണ്ടത്. ഇവിടെ ഇപ്പോൾ സാഗർമാല പദ്ധതി 2 പ്രാവശ്യം കോടികൾ വന്നിട്ട് പൈസ ലാപ്സായി പോയി. ഇവിടുത്തെ MP-മാരൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നുണ്ട്, ഒന്നും ചെയ്യില്ല. പറയുമ്പോൾ പറയും ഞങ്ങൾ അത് പറയേണ്ടത് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. നിങ്ങളിങ്ങനെ പ്രതീക്ഷിക്കുമായിരിക്കും നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും, അതുകൊണ്ടായിരിക്കും ഈ ജോലി തന്നെ തുടർന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു ഞങ്ങൾ പോയി പറയുമ്പോൾ ഞങ്ങളവിടെ പറഞ്ഞെന്ന് പറയും, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് എത്രയോ 2 പ്രാവശ്യമായിട്ട് സാഗർമാല പദ്ധതിയിലെ കോടികളിവിടെ പാസ്സായതാ. ഒരു ഗവൺമെന്റോ മാറി മാറി വരുന്ന ഒരു ഗവൺമെന്റോ ഒന്നും ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല. എങ്ങനെയാണ് ഇതിനകത്ത് കണക്ക് കഴിയുന്നത്? പക്ഷെ വല്ല കാര്യമായിട്ട് കിട്ടാറുണ്ടാവോ? ഇതിലൊന്നും കിട്ടാനില്ല. ഇപ്പം എല്ലാവരും പണിയിലെടുത്തിട്ട് ഓവർപറ്റ് വാങ്ങി പോകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ 75% പണി കുറവാണ് ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. അത്രയും അവസ്ഥ മോശമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു വെസൽ പിടിച്ചാൽ 2 ദിവസം കൊണ്ട് ലോഡായി പോകുന്നത് ഇപ്പോൾ ഒരാഴ്ച 8 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു 5 ലോഡായി പോകുന്നതല്ല. അത്രയും കഷ്ടപ്പാടിലാണ്. 166 തൊഴിലാളികൾ നമ്മൾ തന്നെ ഉണ്ട്. അതിൻ്റെ പുറത്ത് കപ്പലിൽ പണിക്കാരായിട്ട് 23 പേര് വേറെ ഉണ്ട്. അവിടെ നമ്മളെല്ലാവരും മൊത്തത്തിലൊരു 200ഓളം തൊഴിലാളികൾ ഇപ്പം പോകുന്നത് പട്ടിണിയിലൂടെയാണ് ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അഡ്മിനിസ്ട്രേറ്റർ മാറിയതിന് ശേഷം ഒരു പുരോഗമനം ഇവിടെ നടന്നിട്ടില്ല ബേപ്പൂർ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. യാത്ര കപ്പലില്ല, ലക്ഷദ്വീപുകാർ വലിയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ബേപ്പൂർ പോർട്ടിനകത്ത് നടക്കുന്നുണ്ട്. ആർക്കും ഒരു അധികാരികൾ ആരും ഇതിനെപ്പറ്റി ഒരു ചിന്തയോ ഇതുവരെ നിന്നിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു വർക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് ആലോചിക്കാനോ ഒന്നിനും ഒരു അധികാരികൾ ഇതുവരെ വന്നിട്ടില്ല. മാറി മാറി ഭരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്, പക്ഷേ ഇതുവരെ ഒരു ഗുണവും നമുക്ക് ഉണ്ടായിട്ടില്ല. ലക്ഷദ്വീപും കൂടുതൽ ടൂറിസത്തിലേക്ക് നീങ്ങുന്നത് ഇവിടെ ഒരു തിരിച്ചടിയല്ലേ? ഈ നിർമ്മാണ വസ്തുക്കൾ കാര്യമായി കയറി പോകുന്നില്ല. ഇവിടുന്ന് ഇപ്പോൾ ഒന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ രാവിലെ വന്നല്ലേ? ഇപ്പം രാവിലെ വന്ന് 8 മണിക്ക് വന്ന് ഞാനിപ്പോൾ വന്നിട്ട് ഒരു 100 റുപ്യൻ്റെ തൊഴിലെടുത്ത്. ഈ 100 റുപ്യ വൈകുന്നേരം വരെ അതന്നെ ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഈ 100 റുപ്യ കൊണ്ട് ഒരു കുടുംബത്തിന് പോറ്റാനൊന്നും കഴിയില്ല. നമ്മളെ കുട്ടികളെ പഠിപ്പ് നോക്കണം, മറ്റുള്ള വീട്ടിലേക്ക് സാധനങ്ങൾ നോക്കണം, ചായ കുടിക്കുന്നതിനിടെ കൂടെ ഈ ചൂടിൻ്റെ സമയം എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഈ 100 റുപ്യ ഇപ്പം പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളായി. 100 ചെറുപ്പിനെ പണിയാണ് ഒരു തൊഴിലാളിക്ക് ഇവിടെ ഇപ്പം നടക്കുന്നത്. അത്രയും അവസ്ഥ മോശം. 75% പണി കുറഞ്ഞത്. കഴിഞ്ഞ സീസണിനേക്കാളും 75% കുറവാണ് ഇപ്പോൾ ഈ സീസണിൽ നടന്നത്. സീസൺ തീരാനായി ചെയ്തു. മെയ് 15 ഇതടിക്കും. ഇവിടെ മൺസൂൺ വന്നു കഴിഞ്ഞാൽ ജൂൺ 15 മുതൽ ഈ വാർപ്പ് കെട്ടിയടിക്കും. ഈ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തൊഴിലുമില്ല. ആദ്യം വാർജുണ്ടായിരുന്നു ഡീസൽ കൊണ്ടുപോകാനതിന്, അപ്പോൾ അതുമില്ല. അത് ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നതിൻ്റെ ദിവസം മംഗലാപുരത്തേക്ക് മാറ്റണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഏറെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടാണ് ഇപ്പോൾ വാർജ് വരെ ഇവിടെ വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ദ്വീപദേശ നിവാസികൾക്കാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ കപ്പൽ പോലില്ല ഇവിടെ. യാത്ര കപ്പലുണ്ടാകുമ്പോൾ നമുക്കതിൽ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കയറ്റുമ്പോഴൊരു ആശ്വാസം അതുണ്ടാകുന്നുണ്ട് തൊഴിലാളിക്ക്. അതുമില്ല. ഒന്നില്ലാത്തൊരു മട്ടത്തിലാണ് ഇപ്പോൾ ബേപ്പൂർ പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1000 രൂപ വാങ്ങിയിട്ടപ്പോൾ ഒരുപാട് നാളായി. കുറേ നാളായി. 1000 രൂപ കൊണ്ട് എത്ര ആയി? 1000 നോട്ട് 500 നോട്ട് കിട്ടാനിപ്പോൾ കൊതിക്കാണല്ലോ തൊഴിലാളികൾ. ഈ പൈസ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ചില ദിവസം ചിലപ്പോൾ ഇപ്പോൾ ഒരു 100 റുപ്യ കിട്ടണം, ചിലപ്പോൾ 200 കിട്ടും, അല്ല 300 കിട്ടും. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഒരാഴ്ചയിൽ 1000 1500 കിട്ടിയോണ്ട് ഒരു കുടുംബം ജീവിക്കാൻ പറ്റില്ല. അതേ അവസ്ഥ തന്നെ എപ്പോഴും ഉള്ളത്. നിങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഈ പോർട്ടിനെ ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വേറെ പണികൾക്ക് പോയി പോയിട്ടില്ല. പുറത്തൊന്നും പോയിട്ടില്ല. എന്നെ ഇവിടെ തന്നെയാണ് മേടിക്കുന്നത്. നിങ്ങൾ ഈ 2 കാലവും കണ്ടവരാണ്. ഇതാ പോർട്ട് വളരെ സജീവമായ കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ 40 വർഷത്തോളമായി ഞാൻ അവിടെ പോയത്. അന്നൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ശതമാനം പോലും ഇല്ല. അന്നൊക്കെ എന്തൊക്കെ പണിയായിരുന്നു ഉണ്ടായിരുന്നത്? എവിടൊക്കെ ഈ വർക്കുകളൊക്കെ തന്നെ മെറ്റല്, പൂഴി, സിമെന്റ്, ബോളറ്, ചെങ്കൽ, ഇങ്ങനെ പല സാധനങ്ങളും പോയിരുന്നു. പിന്നെ ഇറക്കുമതി ഉണ്ടായിരുന്നു. സോഡക്കാരം, ഗോതമ്പ്, ഇങ്ങനെ പല പിണ്ണാക്ക്, പല സാധനങ്ങളും ഇറക്കുമതി ഉണ്ടായിരുന്നു. അപ്പം അതുമില്ല.
എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? ഞങ്ങൾക്ക് ഇവിടെ പണിയില്ലാത്തതിനെ പറ്റിയാണ് ഞങ്ങൾക്ക് നേരിടാനുള്ളത്. ഞങ്ങൾക്ക് ഈ അധ്വാനിക്കുന്ന തൊഴിലാളിൻ്റെ പ്രശ്നം എന്തായിരിക്കും? അവൻ്റെ സാമ്പത്തികം, അവൻ്റെ നിത്യജീവിതമാണ് അവൻ്റെ സമ്പത്ത്. അതില്ലാതെ വരുമ്പോൾ അവനക്ക് മറ്റുള്ളവരെ കാണുന്നതൊക്കെ വെറുപ്പാവും. ഇത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ. അത് നിങ്ങൾക്ക് വേദനിക്കാൻ വേണ്ടി പറഞ്ഞല്ല, രാഷ്ട്രീയക്കാരും അതുതന്നെയാണ്. ഇനിയിപ്പം വരാൻ പോകുന്ന കാലങ്ങളും അതുതന്നെ. ഇനി എല്ലാവർക്കും വേണ്ടത് എന്താണ്? ഞങ്ങൾ അങ്ങനെ ആക്കിത്തരാം, ഞങ്ങൾ ഇങ്ങനെ ആക്കിത്തരാം. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ ആക്കിത്തരുന്നതിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം അടിസ്ഥാനപരമായിട്ടുള്ള ആയല്ല, ഡ്രഡ്ജിങ് നടക്കുന്നില്ല. ആ ഡ്രഡ്ജിങ് നടക്കാനുള്ള നേതാക്കന്മാർ തന്നെ ഇല്ല. അത് നടത്തണമെങ്കിൽ ഇതിനുള്ള നേതൃത്വം വേണ്ടേ? ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇവിടെ കോടികൾ മുടക്കി ഡ്രഡ്ജിങ് നടത്താൻ ഇതിൽ കൈക്കൂലി പറ്റുന്നുണ്ടവരാണ്. ഡ്രഡ്ജിങ് നടന്നാലുള്ള ഗുണം കണ്ടെയ്നറുകളും മറ്റു കണ്ടെയ്നറൊന്നല്ല, ചരക്ക് ഇവിടെ ഇപ്പോൾ ഈ ബസ്സിൽ തന്നെ അവിടെ വെച്ചിട്ട് ലോഡാക്കാൻ പറ്റൂല. അതിനുള്ള സൗകര്യങ്ങളില്ല. അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മുകളിലുള്ള മണ്ണ്, അതിൻ്റെ അടിയിൽ പാറയാണ്. ഈ പാറ നടക്കണമെങ്കിൽ ഈ ചെറിയ മാന്തൽ കൊണ്ട് നടക്കൂല. മേജർ ഡ്രഡ്ജിങ് വേണം, അതിന് കോടികൾ വേണം. ഇത് നല്ലോണം അറിയുന്ന ആളുകളാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ. കാരണം അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നടത്താൻ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവിധ ഇതും നടക്കുന്നുണ്ട്. ഇന്നത്തെ ഉപയോഗങ്ങൾ കാരണം ഇന്ന് ഇവിടെ അടിയിൽ ഇത്ര അടി പാറാണ്, ഇത്ര അടിയിൽ മണ്ണാണ്, ഇത്ര അടിയിൽ ചളിയാണെന്നുള്ളത് ഈ സർവേ നടത്തി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് നടക്കുന്നത് ഇതൊരു മേജർ ഡ്രഡ്ജ് വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു അടിസ്ഥാന സൗകര്യം ഇതാണ് മേജർ ഡ്രഡ്ജ്. ഈ മേജർ ഡ്രഡ്ജിങ് നടക്കാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ നടന്നതും കാര്യമുള്ള പരിപാടിയല്ല, കുറെ കാശ് കളഞ്ഞു. ഇത് കാലങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഇന്നും ഇങ്ങനെ നടന്നുകൊണ്ടേ പോകുന്നു. കുറെ വെള്ളം കുടിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ നടക്കൂടെ. ഇവിടെ ഒക്കെ നടക്കുന്നത് ഇതിലൊക്കെ മുതലെടുപ്പാണ്. ഇവിടെ നമുക്ക് സൗകര്യമുള്ള ഒരു ക്രെയിൻ വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത് ഞമ്മക്ക് അസൗകര്യമായ ക്രെയിനുകൾ. ഞമ്മക്ക് സൗകര്യപ്രദമായ ക്രെയിനുകൾ ഇവിടെ കിടക്കുന്ന നോക്കിയട്ടെ, അതിനുവേണ്ടി നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? അടിസ്ഥാനപരമായിട്ട് ഒരു ബാത്റൂം പോലും ഇല്ല. ഒരു ബാത്റൂം വേണ്ടേ? അത് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു ഗോഡൗൺ ഉണ്ടോ? ഇപ്പം ഉണ്ടാക്കിയിട്ട് നമ്മളെ സൗകര്യത്തിൽ ഉണ്ടാക്കിയ ഒരു ഗോഡൗൺ. ഈ ഗോഡൗണിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നവരോ? കസ്റ്റംസ് ഓഫീസ്. ഈ കസ്റ്റംസ് ഓഫീസിന് നടത്താൻ ഇഷ്ടംമാരെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് പറയാൻ ആരാ ഉള്ളത്? പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഇവിടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടൊരു നമ്മളെ തൂക്കാനുള്ള ഒരു വെയിറ്റ് ബ്രിഡ്ജ് ഒരു ദിവസം പോലും തൂക്കിയിട്ടില്ല. 100 ടണ്ണിന്റെ വെയിറ്റ് ബ്രിഡ്ജ്. ഇത് ചോദ്യം ചെയ്യാൻ ആരാളുള്ളത്? ഇവിടെ വന്നാൽ ഇതേപോലെ നമ്മൾ ചിലയ്ക്കും. പറയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് നിരന്തരമായിട്ട് കരഞ്ഞും കൊണ്ടേയിരിക്കുന്നു. നമ്മളെ കണ്ണീര് കണ്ട് ആസ്വദിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും നിങ്ങൾ വരുന്നത് നല്ല കാര്യങ്ങളായിട്ടാണ്. ഇതുണ്ടാവില്ല. ഇനി വരും രാഷ്ട്രീയ നേതാക്കന്മാർ വോട്ട് ചോദിച്ചിട്ട്. അവർക്ക് വോട്ട് വേണം. നമ്മളെ വന്നിട്ട് നമ്മളെ കൂടെ ഇരിക്കുന്ന നമ്മളെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചില്ലറ വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമല്ലാന്ന്. അതുവരെ പറഞ്ഞ രാഷ്ട്രീയക്കാർ. എല്ലാവർക്കും വേണ്ടത് അവനാന്റെ നിലനിൽപ്പ്. ഈ നിലനിൽപ്പിനല്ലാതെ ഒരു കാര്യമില്ല. पहले जो है ना वो ज्यादा वर्किंग था, समझा. अभी एकदम कार डाउन हो गया है, स्लो हो गया है. अभी हम लोग यहाँ से बेपुर से लक्षद्वीप, समझा, तो 4 डे 6 डे में हमारा एक ट्रिप होता था. अभी हमारा 8 डे 7 डे 8 डे में हम लोग एक ट्रिप करता है. अभी यहाँ से लोडिंग करने के लिए कार्गो नहीं है. कार्गो एकदम डाउन हो गया. बिफोर बहुत था, जास्ती था, अभी नहीं है. अभी एकदम स्लो हो गया है. ഈ ലക്ഷദ്വീപിനെ മാത്രം ആശ്രയിച്ച് ഈ പോർട്ടിന് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ ബാധിച്ചിട്ട് കഴിയും. ലക്ഷദ്വീപിനെ മാത്രം ആശ്രയിച്ചിട്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇത് നേരത്തെ മനസ്സിലാക്കി ഇവിടുത്തെ 3 യൂണിയനുകളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനകത്ത് ഈ വിവരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തുറമുഖം വികസനിക്കണമെങ്കിൽ ആവശ്യമായ മണ്ണ് നീക്കം ചെയ്ത് ആഴം കൂട്ടൽ മാത്രമേ ഉള്ളൂ ഈ തുറമുഖത്തിന് കാണാൻ വേണ്ടി പറ്റുക. പക്ഷെ നേരത്തെ ഉള്ള ജോലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലക്ഷദ്വീപിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് വന്നതിന് ശേഷം ലക്ഷദ്വീപ് PWD ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവൃത്തിയും അവിടെ നിർത്തിവച്ചിരിക്കണം. അതുപോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് എല്ലാ ദിവസവും യാത്രാ കപ്പലുണ്ടായിരുന്നു.
ആ യാത്രാക്കപ്പൽ നിർത്തിച്ച് ദ്വീപ് നിവാസികളുടെ യാത്ര ഏതാണ്ട് കൊച്ചിയിലേക്ക് മാത്രം മാറ്റുകയാണ്. ഇത് പൂർണ്ണമായും ബേപ്പൂർ തുറമുഖത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, കോഴിക്കോട് പട്ടണത്തെ ഉൾപ്പെടെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടായ ജോലിയിൽ നിന്ന് ഏതാണ്ട് 75% ജോലി കുറഞ്ഞിട്ടുണ്ട്. ഒരു 10-20% ജോലി മാത്രമേ ഇപ്പോൾ നേരത്തെ ഉണ്ടായതിനെ അപേക്ഷിച്ച് വയ്ക്കൽ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് വലിയ പ്രയാസത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ കഴിഞ്ഞു പോകുന്നത്. ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ 166 തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായത്. അതുപോലെ കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരു 22 തൊഴിലാളികൾ അവരുമുണ്ട്. ആ വിഭാഗം തൊഴിലാളികളെ ഞങ്ങൾ പൊതുവെ പറയുന്നത് സ്റ്റീവഡോർ വിഭാഗം തൊഴിലാളികൾ നിലനിൽക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധമായി മറ്റ് 12 തൊഴിലാളികൾക്ക് ഇവിടെ ജോലി ഇല്ലാതെയും മാറി. അതായത് ബാരൽ റീകണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ഒരു വിഭാഗം തൊഴിലാളികളുണ്ട്, 6 ആളുകൾ. അതുപോലെ ഡീസൽ ഫെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം തൊഴിലാളികളുണ്ടായിരുന്നു. അവർക്കും ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ജോലി തീരെ ഇല്ലാതെ ആയ ഒരു സ്ഥിതിയാണുള്ളത്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ ഈ തുറമുഖത്ത് അല്ലെങ്കിൽ കോഴിക്കോട് പട്ടണത്തിൽ ഉൾപ്പെടെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളോ അങ്ങനെ ജോലി കാര്യങ്ങളുണ്ടാണെന്ന് വെച്ചാൽ ആഴം കൂട്ടി കണ്ടെയ്നർ ചരക്കുകൾ നിന്ന് ആ കണ്ടെയ്നർ ചരക്കുകൾ ഇവിടുന്ന് പല ഭാഗങ്ങളിലേക്ക് ആവശ്യത്തിനനുസരണം കയറ്റിറക്കുമതി ചെയ്യുമ്പോഴാണ് ഈ തുറമുഖത്ത് സജീവത ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഈ തുറമുഖത്തെ തൊഴിലാളികൾ അല്ലെങ്കിൽ കോഴിക്കോട് ലക്ഷദ്വീപിനെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നതാണ് തൊഴിലാളികളിൽ നിന്നൊക്കെ ഞങ്ങളുടെ അഭിപ്രായം. നേരത്തെ ഇവിടെ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് 12 കോടി രൂപ അനുവദിച്ചിരുന്നു. 12 കോടി. എന്നാൽ കിഡ്കോ എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനം ഇവിടെ 5.5 മീറ്റർ പാറയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാറ കണ്ടെത്തുകയും ആ ഏജൻസി മണ്ണ് നീക്കൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള യൂണിയനുകൾ ഇടപെടലിൻ്റെ ഭാഗമായി 87 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ഹാർബർ എഞ്ചിനീയറിംഗ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സർക്കാരിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിൽ നടന്നാൽ ഒരുപക്ഷെ മണ്ണ് നീക്കം ചെയ്യൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പുതിയ രീതിയിൽ നടക്കും. അങ്ങനെ നടന്നാൽ കുറേയും കൂടെ ഈ തുറമുഖത്തെ തൊഴിൽ ദിനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് പട്ടണത്തിൽ ഉൾപ്പെടെ വികസന സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പലചരക്ക് നീക്കത്തിൻ്റെ ഉള്ള ഒരുപാട് സാധ്യതയുണ്ട് എന്നുള്ളവർക്കാണ് ഞങ്ങൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ നിലക്ക് മനസ്സിലാക്കുക. ആ നടപടിക്രമങ്ങൾ വേഗത്തിലാകട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇവിടുത്തെ തൊഴിൽ ദിനക്കായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൊഴിലാളി എന്ന നിലക്ക് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത് പാക്ക് ചെയ്തു. രാഷ്ട്രപതി മേയർ ഈ ബേപ്പൂർ തുറമുഖത്തിന്റെ ഒരു വളർച്ച റിട്ടേർഡായി നിൽക്കുകയാണ്. ഇത് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ എങ്ങനെയാണ് കോഴിക്കോടിന് സഹായകരമാണ്? നിലവിൽ എന്താണ്? കോഴിക്കോട് ഒരു പുരാതന തുറമുഖ നഗരമല്ലേ? കോഴിക്കോട് ഒരു കച്ചവടത്തിന്റെ കൂടെ കേന്ദ്രമല്ലേ? അപ്പൊ പിന്നെ ഇവിടെ ഒരു തുറമുഖം കൂടെ വന്നാലോ? അപ്പൊ വായു കൂടിയും കരയിൽ കൂടിയും വെള്ളത്തു കൂടിയും 3 തരത്തിലുള്ള ഗതാഗത സാധ്യതയില്ലേ? അങ്ങനെ സാധിക്കുമ്പോൾ ചരക്ക് കപ്പലുകൾക്ക് ധാരാളം വന്നുകൂടെ ഇങ്ങോട്ട്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇത്രയേറെ ഡെവലപ്പ് ചെയ്ത സ്ഥിതിക്ക് അടുത്തത് എവിടേക്കാണ് വരേണ്ടത്? കോഴിക്കോട്ടേക്ക് തന്നെയല്ലേ, ഇവിടുന്ന് മംഗലാപുരം. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ തരത്തിലും കോഴിക്കോടിൻ്റെ വികസനത്തിനും കോഴിക്കോട്ടെ ജനങ്ങളുടെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഉയർച്ചയ്ക്കും ഒക്കെ തന്നെ സൗകര്യങ്ങൾക്കും ഒക്കെ കോഴിക്കോട് ഒരു പോർട്ട് വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു മൈനർ പോർട്ടെങ്കിലും ഇവിടെ വരേണ്ടത് അത്യാവശ്യമാണ്. ഈ നേരത്തെ ആഴ്ചയിൽ 1, 2, 3 തവണയൊക്കെ യാത്രാ കപ്പൽ പോയിരുന്നു. ലക്ഷദ്വീപ് ഇവിടേക്ക് വന്നിരുന്നു. ചരക്കുകൾ എല്ലാ ദിവസവും പോകുന്ന സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യാത്രാ കപ്പൽ നിന്നിട്ട് ഒരുപാട് നാളായി കഴിഞ്ഞിരിക്കുന്നു. അത് കോഴിക്കോട് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് കോഴിക്കോടിന്റെ ലൈഫിന് എങ്ങനെയാണ്? ഇത് ശുദ്ധമായ രാഷ്ട്രീയം തന്നെയാണ്. അപ്പൊ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ വികസനത്തെ കാണുന്നതെങ്കിൽ അതെന്തല്ല, അത് വികസനം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതിനകത്ത് എല്ലാ രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ സമ്മതിക്കേണ്ടതായിട്ട് കാര്യങ്ങളൊക്കെ ഒരു കാരണവും ഇല്ലാതെ അവർ നിഷേധിക്കുകയാണെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് വിനോദത്തിന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും അവർ ആശ്രയിക്കുന്നത് കോഴിക്കോടിനെയല്ലേ. കോഴിക്കോടേക്ക് അവർക്ക് വരാൻ സാധിക്കുന്നില്ല. അത് രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈ ചരക്ക് കടത്തിനപ്പുറം ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ, ഈ ജനങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം? ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു, വിവാഹ ബന്ധങ്ങളുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും അവർ ആശ്രയിച്ചിരുന്നത് കോഴിക്കോടിനെ ആയിരുന്നു. അപ്പം അതൊക്കെ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണല്ലോ. അങ്ങനെ ഞെക്കിക്കൊല്ലുകയാണ് എല്ലാ സ്ഥലത്തെങ്കിൽ എന്തായിരിക്കും ഡെവലപ്മെന്റ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി ഇത് തെളിഞ്ഞു വരും. എല്ലാ തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനു വേണ്ടിയുള്ളത് വ്യക്തമായി പഠിച്ചുകൊണ്ട് ഏത് മാർഗത്തിൽ നമുക്കിത് നീങ്ങണം എന്നതുകൂടി ആലോചിച്ചുകൊണ്ട് ഒരു ബഹുജന പിന്തുണയോടുകൂടി നമ്മുടെ എല്ലാ ഭരണാധികാരികളും MLA-മാരായാലും നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരായാലും അവിടുത്തെ വേപ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയാലും ഇപ്പോഴത്തെ മന്ത്രി ആയാലും അതേപോലെ തന്നെ നമുക്ക് MP-മാരും കൂടി കേരളത്തിന് വേണ്ടി ഒരുമിച്ച് ശബ്ദിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തൊരവസ്ഥ സംജാതമാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അത് ബേപ്പൂർ പോർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ മൊത്തം വികസനത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് കേന്ദ്രത്തെ സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് സാധ്യതമാവുകയുള്ളൂ. ഈ ലക്ഷദ്വീപിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോർട്ടിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിഞ്ഞ കുറേ ആളുകളായി ആ ലക്ഷദ്വീപ് സാമഗ്രികളും ആ യാത്രക്കാർ വരുന്നു, പക്ഷെ അത് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് ഇനി പോർട്ടിന്റെ ഒരു സാധ്യത? ബേപ്പൂർ പോർട്ടിൽ ഇപ്പോൾ നാച്ചുറൽ ഡെപ്ത് എന്ന് പറയുന്നത് 3.5 മുതൽ 4 വരെയാണ്. അത് 5.5 ആക്കി വർദ്ധിപ്പിക്കാനാണ് നേരത്തെ ഞങ്ങൾ 15 കോടി രൂപ ഡ്രഡ്ജിങ്ങിന് വേണ്ടി അനുവദിച്ചത്. പക്ഷേ അത് ഡ്രഡ്ജിങ് ആരംഭിച്ചതിന് ശേഷമാണ് അവിടെ വലിയ പാറകൾ അടിയിലുണ്ട്, അത് പൊട്ടിക്കണം എന്ന രീതി വന്നത്. അപ്പോൾ അത് ചെങ്കൽ പാറയാണ്. അപ്പോൾ അത് നേരത്തെയുള്ള DPR ഉൾപ്പെടാത്തത് കൊണ്ട് പുതിയ DPR സമർപ്പിക്കേണ്ടതുണ്ട്. പുതിയ DPR തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഫണ്ട് ആവശ്യം വരുന്നതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സഹായം കൂടി അതിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ പ്രൊജക്റ്റ് സാഗർമാലയ്ക്ക് സമർപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രാഫിക് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ലക്ഷദ്വീപുകാർ അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആരോഗ്യപരമായ വിഷയങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കോഴിക്കോട് പട്ടണമാണ്. അവരുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ കോഴിക്കോട് പട്ടണമാണ്. എന്തുകൊണ്ടോ രാഷ്ട്രീയ കാരണങ്ങളാൽ ആ ഒരു പ്രത്യേക ആസ്പെക്റ്റിനെ കണക്കിലെടുക്കാതെയാണ് ലക്ഷദ്വീപ് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ചരക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ മംഗലാപുരത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ സർവീസുകൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ലക്ഷദ്വീപിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 10ഓളം കപ്പൽ സർവീസ് കേരളത്തിനുണ്ടായിരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഒരു കപ്പൽ മാത്രമാണ് സർവീസ് നടത്തുന്നത്. നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് കപ്പലുകൾ അവൈലബിൾ അല്ല എന്നായിരുന്നു. ഇപ്പോൾ കപ്പലുകൾ അവൈലബിൾ ആകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും സർവീസ് കൂട്ടാൻ തയ്യാറാകുന്നില്ല. ഇത് തികച്ചും ഒരു ജനവിഭാഗത്തോട് ചെയ്യുന്ന വലിയ ക്രൂരതയായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇതൊരു ജനകീയ വിഷയമായി കണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരായി വലിയ പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരണമെന്നാൽ മാത്രമേ ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബേപ്പൂർ പോർട്ടിൻ്റെ വികസനം അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കിടക്കുന്നത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള വികസനത്തിന് ബേപ്പൂരിന് സാധ്യതയുണ്ട്. കപ്പൽചാലിന്റെ ആഴം കൂട്ടൽ, കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സ്ഥിരം സാന്നിധ്യം, ഇവ രണ്ടും തരപ്പെടുത്തിയാൽ താൽക്കാലികമായെങ്കിലും ബേപ്പൂരിന് പുനരുജ്ജീവനമാകും എന്നാണ് തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനായി സമ്മർദ്ദങ്ങൾ ശക്തമാകുമെന്നും ഇവർ കരുതുന്നു. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു.